ഈജിപ്തുകാരനായ ആയൂബിന്റെ ബാക്ക് ഹാൻഡ് പുഷപ്പ് വിത്ത് ക്ലാപ്പ് എന്ന റെക്കോർഡ് ഭേദിച്ച് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ പാലക്കാട്ടുകാരൻ മുഹമ്മദ് ഷാബിർ ആണ്. എത്ര വെറൈറ്റി പുഷപ്സ് ഉണ്ട്? പുഷപ്സിൽ 40 പുഷപ്സുകളുണ്ട്. അപ്പൊ ഷാബിർക്ക് കാണിച്ചു തരും ഇത് എങ്ങനെയാണ് കുടിക്കുന്നത്. ഇൻസൾട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, മറ്റുള്ള കുട്ടികളെ കണ്ടില്ലേ അങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ എപ്പോഴും ഉണ്ട്. ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്തത്, സ്വന്തമായിട്ട് മോട്ടിവേഷനാണ്. കാരണം ബോഡി ബിൽഡിംഗ് ഫുൾ ചിലവാണ്, പൈസ മുടക്കിയവർക്കുള്ള മസിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അന്ന് മാറി ചിന്തിച്ചു, ഇങ്ങനൊരു വിജയം അതിലേക്ക് വന്നു. സാധാരണ റെക്കോർഡ്സുകളൊക്കെ പുഷപ്സ് റെക്കോർഡ്സുകളൊക്കെ എണ്ണം കൂടുതലായിരുന്നു, 60-70 റെക്കോർഡ്സ് ഉണ്ടാവും. ഇത് 45 ആയിരുന്നു റെക്കോർഡ്, തിരുത്തി 49 ആക്കി. ഇത് എണ്ണം കുറവാണ്, പക്ഷേ ടഫാണ്. പുഷപ്സ് എല്ലാവരും ചെയ്യുമല്ലോ, നമ്മൾ ചെയ്യണത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ആ 12,000 സ്റ്റുഡൻസ് ദിവ്യ ഉണ്ണിയുടെ ആ ഒരു പരിപാടിയിലേക്ക് വന്നു. ഇത്രയും പേർക്ക് ഗിന്നസ് റെക്കോർഡ് നേടാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൂടിയാണത്. അതെ അതെ, ആ CEO അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഗിന്നസ് സർട്ടിഫിക്കറ്റ് അല്ല, ഇത് മൃദംഗാഭിഷേന സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ശരിക്കും മൃദംഗാഭിഷേനാണ് ഈ പിള്ളേർക്ക് കാശ് കൊടുക്കുന്നത്. കാരണം ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇവർക്കാണ് കിട്ടിയത്, കുട്ടികൾക്ക് ആരും കിട്ടിയിട്ടില്ല. ശ്രമിക്കുക, ഒറ്റയ്ക്ക് ശ്രമിക്കാൻ നോക്കുക, ഗ്രൂപ്പായി ശ്രമിക്കാതിരിക്കുക, തട്ടിപ്പിൽ പോയി പെടാതിരിക്കുക. ഇതുപോലത്തെ വഞ്ചനയിൽ പൈസ കൊടുത്തിട്ടല്ല പരിപാടി, പൈസ ഇല്ലാതെ നമുക്ക് നേടാം. ഗിന്നസ് റെക്കോർഡ് ഇന്നൊരു പണക്കൊള്ളയായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? പണക്കൊള്ളയായിട്ട് ഗിന്നസുകാർ വാങ്ങുന്നില്ല, ഇവിടുത്തെ തട്ടിപ്പുകാർ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യാം, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് തരും, വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. പൈസ കൊടുത്തിട്ട് ആരും സർട്ടിഫിക്കറ്റ് വാങ്ങരുത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈജിപ്തുകാരനായ ആയൂബിന്റെ ബാക്ക് ഹാൻഡ് പുഷപ്പ് വിത്ത് ക്ലാപ്പ് എന്ന റെക്കോർഡ് ഭേദിച്ച് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ പാലക്കാട്ടുകാരൻ മുഹമ്മദ് ഷാബിർ ആണ്. ഹായ് ഷാബിർ, വെൽക്കം ടു ദ ഷോ. ആരാണ് ഈ ഒരു റെക്കോർഡ് നേടാനായിട്ട് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്? ഞാൻ തന്നെ മോട്ടിവേറ്റ് ചെയ്തത്, സ്വന്തമായിട്ട് മോട്ടിവേഷൻ ആയിരുന്നു. എങ്ങനെയായിരുന്നു? ഇപ്പം നമുക്ക് ഷാബിറിനെ അറിയാവുന്നത് ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു ഷാബിർ ആയിട്ടാണ്. അപ്പൊ അതിനു മുന്നൊരു ഷാബിർ ഉണ്ടായിരുന്നു അല്ലെ? അതിനു മുമ്പുണ്ട്. അതെ, ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ആ ലൈഫ് നോർമലി സാധാരണ പോലെ എല്ലാവരും പോലെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എന്ത് കഴിവുണ്ട് അത് കണ്ടെത്തി അതിന് വഴി വെട്ടിത്തെളിച്ച് വന്നു എന്ന് പറയാം. ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി സ്ട്രഗിൾസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്കിത് എത്തിപ്പെടാൻ, ഗിന്നസ് റെക്കോർഡ്സ് എത്തിപ്പെടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ, കാര്യങ്ങൾ അതൊക്കെ തേടി കണ്ടുപിടിച്ചിട്ട്, പിന്നെ ഈ പുഷപ്സ് തന്നെ ഒരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ ഈ പുഷപ്സ് ചെയ്ത് പഠിക്കാനും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടഫായിരുന്നു. എങ്ങനെയാണ് ഒരു ഗിന്നസ് റെക്കോർഡ് എന്ന ഐഡിയയിലേക്ക് വന്നത്? ഗിന്നസ് റെക്കോർഡ് ഐഡിയയിലേക്ക് വന്നത്, ഞാൻ ഇതിനു മുമ്പ് ജിമ്മിലൊക്കെ പോയ ആളാണ്. ബോഡി ബിൽഡിംഗ് ആയിരുന്നു താല്പര്യം. ചെറുപ്പം തൊട്ടേ ബോഡി ബിൽഡിംഗ് ആയിരുന്നു? ഇല്ല, 15 വയസ്സിന് ശേഷം. 15 വയസ്സിന് ശേഷം ജിമ്മിൽ പോയി തുടങ്ങി. പക്ഷെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു മാറ്റം കാണുന്നില്ല, ശരീരത്തിലൊന്നും ഉദ്ദേശിച്ച മാറ്റങ്ങൾ കാണുന്നില്ല. കാരണം ബോഡി ബിൽഡിംഗ് ഫുൾ ചിലവാണ്, പൈസ മുടക്കിയവർക്കുള്ള മസിൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം അന്ന് മാറി ചിന്തിച്ചു, ഇങ്ങനൊരു വിജയം അതിലേക്ക് വന്നു. എപ്പോഴാണ് ഗിന്നസ് റെക്കോർഡ് എന്നുള്ളൊരു ഡ്രീം കണ്ടു തുടങ്ങിയത്? 4 വർഷം മുമ്പ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത നാട്ടുകാരന് ഒരു ഗിന്നസ് റെക്കോർഡ് നേടി, ഞാൻ ആലോചിച്ചതിന് മുമ്പ് നേടി. അപ്പോൾ അവനായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിലേക്കൊരു വഴി വന്നത്. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് നേടണം എന്ന് തോന്നി തുടങ്ങിയ ആ നിമിഷം എന്താ ചെയ്തത്? ഫസ്റ്റ് തിങ്, നമുക്ക് എങ്ങനെ എത്തിപ്പെടാം, എന്ത് ചെയ്താൽ ഗിന്നസ് കിട്ടും? അപ്പോൾ പുഷപ്സിൽ ഒരു വെറൈറ്റികളുണ്ട്. അപ്പോൾ ആരും ചെയ്യാത്ത സാധനം ചെയ്യണം. പുഷപ്സ് എല്ലാവരും ചെയ്യുമല്ലോ, പക്ഷെ നമ്മൾ ചെയ്യണത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റരുത്. അങ്ങനത്തെ സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വാല്യൂ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെറൈറ്റി പുഷപ്സിലേക്ക് എത്തിപ്പെട്ടത്. ഈ പുഷപ്പ് എടുക്കാൻ നേരത്തെ അറിയാമായിരുന്നോ? നേരത്തെ എല്ലാവരും ചെയ്യുന്നത് സാധാരണ നോർമൽ പുഷപ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ബാക്ക് ഹാൻഡ് പുഷപ്പ് എന്നുള്ള ഒരു വെറൈറ്റിയിൽ ഇപ്പോൾ സാധാരണ റെക്കോർഡ്സുകളൊക്കെ, പുഷപ്സ് റെക്കോർഡ്സുകളൊക്കെ എണ്ണം കൂടുതലായിരിക്കും, 60-70 റെക്കോർഡ്സ് ഉണ്ടാവും. ഇത് 45 ആയിരുന്നു റെക്കോർഡ്, തിരുത്തി 49 ആക്കി. ഇത് എണ്ണം കുറവാണ്, പക്ഷേ ടഫാണ്. ഈ 45 പുഷപ്പ് എടുത്ത ആൾ ആയൂബാണ് അല്ലേ? ആയൂബിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോണ്ടാക്ട് ചെയ്തിരുന്നോ? കോണ്ടാക്ട് ചെയ്തു, പക്ഷെ ആൾ റിപ്ലൈ തരുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആള് റിപ്ലൈ എന്തെങ്കിലും തന്നോ? ആള് ഇമെയിലിന് റിപ്ലൈ തരാതെ വന്നപ്പോൾ
ഒരു ചെറിയ വിഷമം തോന്നിയോ? ക്ഷമ തോന്നിയിട്ടൊന്നുമില്ല, ആള് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് തരാത്തത്. കണ്ടിട്ടില്ല? മെയില് സാധാരണ കണ്ടില്ല. മെസ്സേജ് ആണ് അയച്ചത്. വാട്സപ്പിലാണോ? ഇൻസ്റ്റാഗ്രാമില്. ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ടാണ് ആള് റിപ്ലൈ തരാതിരുന്നത്. പിന്നീട് ബ്രേക്ക് ചെയ്തതിന്റെ എന്തെങ്കിലും റീൽസ് എന്തെങ്കിലും അയച്ചു കൊടുത്തോ? ഇല്ല, ഒന്നും അയച്ചു കൊടുത്തില്ല. നമ്മൾ അതൊന്നും ഉണ്ടായിരുന്നു. എത്ര വെറൈറ്റി പുഷപ്സ് ഉണ്ട്? 40 പുഷപ്സുകളുണ്ട്. 40ഓളം പുഷപ്സ് ഉണ്ട്. ഈ 40 പുഷപ്പുകളിൽ ഏതായിരിക്കും ഏറ്റവും ടഫായിട്ടുള്ള പുഷപ്പ്? ഏതാ ഈ 40 പുഷപ്പില്? ടഫായ പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ പുഷപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല, ഇന്ത്യക്കാർ ചെയ്തിട്ടില്ല തോന്നുന്നു. അത് 1 ഫിംഗർ പുഷപ്സ് ആണ്. 1 ഫിംഗർ പുഷപ്പ് അത് ഞാൻ ചെയ്തില്ല. 2 ഫിംഗറിൽ ഞാൻ ചെയ്യും. 1 ഫിംഗർ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നോ? വില പൊട്ടുള്ളൂ, ഒടിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്തപ്പോ കണ്ടു ക്യാൻ പൊട്ടിക്കുന്ന കുറെ വീഡിയോസ് കണ്ടു. ഓക്കെ, അത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ റെഡിയല്ലേ? റെഡിയാണ്. ഈ ക്യാൻ പൊട്ടിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചാ എത്ര നാളെടുത്തിട്ടാണ് ആ ഒരു എഫേർട്ടിലേക്ക്, ഐ മീൻ ആ ഒരു സക്സസിലേക്ക് വന്നത്? 1 വർഷം ആയിട്ടില്ല, 8 മാസത്തിനുള്ളിൽ സക്സസ് കണ്ടു. 8 മാസത്തിനുള്ളിൽ ക്യാൻ ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ സെറ്റായി. വിരലിന് എന്തോ ഒരു പവർ ഇല്ല പോലെ സംശയം. അപ്പൊ അങ്ങനെ ഈ വിരലിന് പവർ വരാനായിട്ട് എന്തെങ്കിലും എക്സസൈസസ് ഒക്കെ അതുണ്ട്. ഫിംഗർ ടിപ്പ് പുഷപ്സ് ഉണ്ട്. ഫിംഗർ ടിപ്പ് പുഷപ്സ്. പിന്നെ വിരലുകൊണ്ട് ഇങ്ങനെ പഞ്ച് ചെയ്യുക, വാഴയിൽ ഇങ്ങനെ കുത്തിയിട്ട് വാഴയിൽ വാഴയിൽ കുത്തിയിട്ടാണ് പവർ ആക്കി എടുത്തത് വിരല്. ഇപ്പൊ വലിയ ജിമ്മിലേക്കൊന്നും പോകണമെന്നില്ല, നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പവർ ഒക്കെ ഓരോരുത്തർക്ക് ഐഡിയ വേണം. ഐഡിയ ഇല്ലാത്ത ജിമ്മിൽ പോയി ഐഡിയ വരുത്തണം. ഇനി നമുക്ക് ചേട്ടന്റെ ആ ഒരു പുഷപ്പിലേക്ക് കടന്നാലോ? കിടക്കാം. അപ്പൊ ഷാബിറയ്ക്ക് ഗിന്നസ് കിട്ടിയ പുഷപ്പാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. റെഡി അല്ലേ? റെഡിയാണ്. എല്ലാം സെറ്റാണ്. ഓക്കെ, സ്റ്റാർട്ട്. നമ്മളെല്ലാവരും ഈ ഒരു കോൾഡ് ഡ്രിങ്ക്സ് എല്ലാം കുടിക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണല്ലേ. പക്ഷെ നമ്മളിവിടെ ഡിസ്കവർ ചെയ്യാൻ പോകുന്നത് ഷാബിറിക്കാസ് വേ ഓഫ് ഡ്രിങ്കിങ് ആണ്. ഞാനത് ഷാബിറിക്കയ്ക്ക് കൊടുക്കുകയാണ്. നമുക്കൊരു മിറിൻ്റെ ഒരു പെപ്സി ആണുള്ളത്. ഇപ്പം ഷാബിറിക്ക കാണിച്ചു തരും ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന്. അങ്ങനെയും കുടിക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന പുഷപ്പ് ഏതാ? ഫസ്റ്റ് നമുക്ക് 1 ഹാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 ഹാൻഡ് ആണ് ചെയ്യാൻ. അത് ഒരു കൈ, ഒറ്റ ഒരു കൈ വെച്ച് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജാക്കി ജാൻ സ്റ്റൈലോ. ജാക്കി ജാൻ സ്റ്റൈലോ? ഓക്കെ, അതേത് സ്റ്റൈൽ? അത് കാണിച്ചു തരാം. ഓക്കെ. അടിപൊളിയായിട്ട് ചെയ്തു. അടിപൊളി. ഇനിയുണ്ടോ? ജെറ്റ്ലി പുഷപ്സ് നോക്കാം. ഇതൊക്കെ സിനിമയെ കാണിച്ചാ കേട്ടോ. സിനിമയിൽ കാണിച്ച പുഷപ്സ് ആണ് ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ 1 ഹാൻഡ് പുഷപ്സ് ഒക്കെ എടുക്കുന്ന ടൈമില് എന്തിനാണ് നമ്മൾ ഒരു കൈ പുറകില് വെക്കുന്നത്? ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കങ്ങനെയാണ്. വേറെ ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. 2 ഫിംഗർ ബ്രൂസ്ലി പുഷപ്സ്. 2 ഫിംഗർ ബ്രൂസ്ലി പുഷപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഏത് പുഷപ്പാ കാണിക്കുന്നത്? പുഷപ്സിന്റെ ഒരു ഫ്രീ സ്റ്റൈല്. പുഷപ്സിന്റെ ഫ്രീ സ്റ്റൈൽ ആണ് കാണിക്കാൻ പോകുന്നത്. സ്വിമ്മിങ്ങിന്റെ ഫ്രീ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുഷപ്പിന്റെ ഫ്രീ സ്റ്റൈൽ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഇത്ര പുഷപ്പ് 1 മിനിറ്റ് അല്ല, അതിലും മിന്നൽ വേഗത്തിലാണ് പുഷപ്പുകളെല്ലാം ഇങ്ങനെ മാറുന്നത്. ഇതെങ്ങനെയാ സാധിക്കുന്നത്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അതാണ് മെയിൻ, മസ്റ്റ് ആണ്. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. ഗിന്നസ് റെക്കോർഡ് കിട്ടി കഴിഞ്ഞിട്ടും മെയിൻറ്റെയിനിങ് ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത വെറൈറ്റി നോക്കണേ. അടുത്ത പുഷപ്സ് റെക്കോർഡ്സ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാബിറിനെ പോലെ ഒരുപാട് പേർക്ക് ഗിന്നസ് റെക്കോർഡ് നേടണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. ഇപ്പോൾ ആ 12,000 സ്റ്റുഡൻസ് ദിവ്യ ഉണ്ണിയുടെ ആ ഒരു പരിപാടിയിലേക്ക് വന്നു. അപ്പൊ ആ
ഇത്രയും പേർക്ക് ഗിന്നസ് റെക്കോർഡ് നേടാൻ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കൂടിയാണത് അതെ വന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ഷാബിറിന് കൺവേ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ? അഡ്വൈസിൻ്റെ രീതിയിൽ ശ്രമിക്കുക, ഒറ്റയ്ക്ക് ശ്രമിക്കാൻ നോക്കുക, ഗ്രൂപ്പായി ശ്രമിക്കാതിരിക്കുക, ഒറ്റയ്ക്ക് നോക്കുക, തട്ടിപ്പിൽ പോയി പെടാതിരിക്കുക. ഇതുപോലത്തെ വഞ്ചനയിൽ പൈസ കൊടുത്തിട്ടല്ല ഈ പരിപാടി, പൈസ ഇല്ലാതെ നമുക്ക് നേടാം. ദിവ്യ ഉണ്ണി നടത്തിയ 12,000 പേരടങ്ങുന്ന ഡാൻസേഴ്സിന്റെ ഒരു ഇവന്റിൽ ഇവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് ഗിന്നസിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് ആണോ? ആ CEO വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഗിന്നസിന് സർട്ടിഫിക്കറ്റ് അല്ല, ഇത് മൃദംഗാഭിഷേക സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. ഗിന്നസ് സർട്ടിഫിക്കറ്റ് അവർ പർച്ചേസ് ചെയ്യണം, സൈറ്റിൽ പോയിട്ട് വാങ്ങണം. അത് കിട്ടുന്നത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റാണ്. ഈ ടൈറ്റിൽ വരുന്നത് മൃദംഗാഭിഷേക ടൈറ്റിൽ വരുന്നത്. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡ് നേടിയെന്ന് പറഞ്ഞില്ലേ, ഈ നേടിയത് ഈ മൃദംഗാഭിഷേകമാണ്. ഒരു CEO ഇവർക്കാണ് കിട്ടിയത്. ഈ കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുത്ത ആൾക്കാരാണ്, ഇവർക്ക് കിട്ടുന്നത് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഇതേവരെ അവർ സൈറ്റിൽ പോയി വാങ്ങണം. ഓക്കെ, അപ്പൊ ഇവരും ആ വഞ്ചനയിൽ പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം? അവർക്ക് ഒരുപാട് കാശ് ഇതിനകത്ത് ലോസും വന്നു, ഒരുപാട് ചെലവായി പൈസ, പക്ഷേ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതുമില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ ഡാൻസേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് പിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ശരിക്ക് മൃദംഗാഭിഷേകനാണ് ഈ പിള്ളേർക്ക് കാശ് കൊടുക്കേണ്ടത്. കാരണം ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഇവർക്കാണ് കിട്ടിയത്, കുട്ടികൾക്ക് ആരും കിട്ടിയിട്ടില്ല. ശരിക്കും ക്യാഷ് കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് ക്യാഷ് കൊടുക്കേണ്ടത്. കാരണം ഇത്രയും കുട്ടികൾ ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ഗിന്നസ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കാണ് ഇവർ പൈസ കൊടുക്കേണ്ടത്. അങ്ങനെ ഗിന്നസ് റെക്കോർഡ് നേടാനിരിക്കുന്നവരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഇതുപോലത്തെ ചതികൾ പെടാതിരിക്കുക. ഞാൻ സപ്പോർട്ട് ചെയ്യാം, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തരും, ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. പൈസ കൊടുത്തിട്ട് ആരും സർട്ടിഫിക്കറ്റ് വാങ്ങരുത്, അത്രേ പറയാനുള്ളൂ. ഒരു യൂട്യൂബർ ഈയിടെ ഒരു വീഡിയോ ചെയ്തു. കേവലം ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഗിന്നസ് റെക്കോർഡ് എന്നാണ് ആൾ പറഞ്ഞത്. ഓക്കെ, ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഇതിന് ആകെ വരുന്നൊരു വ്യത്യാസം സായിപ്പുമാരാണ് ഇത് തരുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനോടൊരു മറുപടി പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? എന്ന് പറഞ്ഞാൽ ഇത് ലണ്ടനാണ് ഇതിൻ്റെ ഓഫീസ്, ഗിന്നസിൻ്റെ ഓഫീസ് ലണ്ടനാണ്. ഈ ലണ്ടനിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഗിന്നസ് റെക്കോർഡ്സ് ലോകം മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, സെലിബ്രിറ്റികൾ കൊടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ജാക്കി ചാൻ, അങ്ങനെ എല്ലാ മെയിൻ ആൾക്കാരും കൊടുക്കുന്നുണ്ട്. അതാണ് അതിൽ വ്യത്യാസം. ഈ ജെംസ് മേലെ വെച്ചിട്ട് ഒരു കുട്ടി ഗിന്നസ് റെക്കോർഡ് അടിച്ചിരുന്നു. അപ്പൊ ഗിന്നസ് റെക്കോർഡിന്റെ നിലവാരം അത്രയധികം താഴുന്നുണ്ടോ? അത് ഇവരെല്ലാവരേക്കും എത്തിക്കുകയാണ്. ഗിന്നസ് റെക്കോർഡ് നമുക്ക് നേടാൻ കഴിയും, ചെറിയ കാര്യങ്ങളോട് നേടാൻ കഴിയുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അവർ പബ്ലിസിറ്റി ചെയ്യുകയാണ്, എല്ലാ ആളുകളും എത്തുമല്ലോ. നമ്മൾ ജനങ്ങളെ അറിയണം, അതിനാണല്ലോ ഗിന്നസ് റെക്കോർഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചെറിയ റെക്കോർഡ് മുതൽ വലിയ റെക്കോർഡ് വരെ ഉണ്ട്. നമ്മളത് വലിയ റെക്കോർഡ് കിട്ടാൻ ശ്രമിക്കണം. പലരുടെയും അതിമോഹം കാരണം ഗിന്നസ് റെക്കോർഡ് ഇന്നൊരു പണക്കൊള്ളയായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? പണക്കൊള്ളയായിട്ട് ഗിന്നസുകാർ വാങ്ങുന്നില്ല, ഇവിടുത്തെ തട്ടിപ്പുകാർ കുറച്ച് ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഏജൻറ്റുമാർ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു പൈസ തരാം, സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്യാജ റെക്കോർഡുകൾ ഇഷ്ടം പോലെ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ചെറിയ കുട്ടികളടക്കം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ലോക റെക്കോർഡ്, ഇതിനൊരു വാല്യൂ ഇല്ല. ഇത് ഇന്ത്യയിൽ നിന്ന് അടിച്ചു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നതല്ല. ഇപ്പോൾ നിലവിൽ ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ലിംഗ ബുക്കാണ്. ലിംഗ ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഗിന്നസ് റെക്കോർഡ്. ഇത് രണ്ടുമാണ് വാല്യൂ ഉള്ളൂ, ബാക്കിയുള്ളതൊരു വലിയ വാല്യൂ ഇല്ല. അത് ആർക്കും വേണമെങ്കിലും കിട്ടും, പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങോട്ട് വിളിച്ചു തരും. ചതിക്കുഴിയിൽ വീഴാൻ പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും എത്രയും കിട്ടണ്ടേ? മറ്റേ പോലെ ടാസ്ക്കാണ്. ഗിന്നസ് ആകുമ്പോൾ കുറച്ച് കഷ്ടപ്പെടണം. ഞാൻ പറയാം 4 വർഷം മുതൽ തുടങ്ങിയതാണ് പരിപാടി. പറഞ്ഞത് 4 വർഷം എടുത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് മുമ്പ് വേറെ സർട്ടിഫിക്കറ്റ് കിട്ടും, 15,000 20,000 കൊടുത്താൽ കിട്ടും. പക്ഷെ അതിനൊരു വാല്യൂ ഇല്ല. ഈ ഒരു 4 വർഷം ഉടനീളം പുഷപ്സ് തന്നെയാണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, കുറച്ച് വെറൈറ്റി സ്ട്രോങ് ആയ ഐറ്റംസ്, സ്ട്രോങ് മെന്ന് കിട്ടില്ലേ, സ്ട്രോങ് ആയ സംവിധാനങ്ങൾ കുറെ നോക്കി. അല്ലാതെ ഇപ്പം വേറെ ഉള്ളതൊന്നും ചെയ്തിട്ടില്ല? ഈ ആക്രോബാറ്റിക്സ് പോലെ എന്ത് ഇങ്ങനെ തലകുത്തി മാറിയണതൊക്കെ അങ്ങനത്തെ സംവിധാനം നോക്കിയിട്ടില്ല. ഹാൻഡ് സ്റ്റാൻഡ് ഈയിടെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുകയുണ്ടായി, പുതിയ തലമുറ എന്നത് കുഴിമന്തി കഴിച്ച് വെറുതെ കിടന്നുറങ്ങാനുള്ളതാണെന്ന്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞത് കുട്ടികളാരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കുഴിമന്തി കഴിച്ചിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും സ്വയം ചിന്തിച്ച് സ്വയം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയം, മതം, ഈ വെറികളൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്. നമ്മളൊന്നും ചോദ്യം ചെയ്യാൻ നിൽക്കുന്നില്ല, നമ്മളാരെയും
എതിർപ്പിച്ച് നിൽക്കുന്നില്ല. പുതിയ തലമുറയെ ഒന്ന് തരം താഴ്ത്തുന്ന രീതിയിലല്ലേ അദ്ദേഹം അത് അയാളുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഒരു ഫിറ്റ്നസ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ വിക്രമാദിത്യൻ സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്നുണ്ട്, ഇപ്പം സൈസ് ആൺപിള്ളേരെയാണ് ഇഷ്ടം, മസിലൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതൊക്കെ ഓരോരുത്തർ താല്പര്യമാണ്. പക്ഷെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഇന്നത്തെ ആവശ്യം. ഇന്നത്തെ ഭക്ഷണ രീതിയും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതുപോലെ ഡ്രഗ്സിൻ്റെ അഡിഷൻ, ഇതൊക്കെ മാറണമെങ്കിൽ ഫിറ്റ്നസ്സിലേക്ക് വന്നാൽ ഇതൊന്നും ഉണ്ടാകാൻ വഴി സാധ്യത കുറവാണ്. ഇപ്പൊ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. അതെ, ഒരാഴ്ച ഉണ്ടാവുള്ളൂ അത്, അല്ലെങ്കിൽ ഒരു മാസം, പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആവും. പിന്നെ അടുത്ത ന്യൂ ഇയർ വരാൻ നോക്കും. അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് കറക്റ്റ് ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം കൺസിസ്റ്റന്റ് ആവാനായിട്ട് എന്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അത് സ്വയം തോന്നണം ഒരാൾക്ക്. ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, എൻ്റെ ജീവിതം എന്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ രീതിയിലേക്ക് പോകില്ല. ഈ ഒരു തലമുറയിൽ സപ്ലിമെന്റ്സ് എടുക്കുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? അതായത് നോർമൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഈ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം. നോർമൽ ഫുഡിൽ പ്രോട്ടീൻ കിട്ടാതെ വരും. ഇപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയിൽ പ്രോട്ടീൻ കുറവാണ്, കാർബ്സാണ് അധികം ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് സപ്ലിമെൻറ്റ്സ് ഇറക്കിയിട്ടുള്ളത്. കാർബ്സ് ആണ് അധികം ഉള്ളത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് റൈസിന്റെ കാര്യമാണ്. റൈസ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, പക്ഷേ റൈസിൽ കലോറി അധികമാണ്. നമ്മൾ കുറച്ച് വരിക, റൈസ് കുറച്ച് കൊണ്ടുവരിക, മൊത്തം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? നമ്മൾ ഷുഗർ ഒഴിവാക്കുക, ഓയിൽ ഫുഡ് ഒഴിവാക്കുക, കാർബ്സ് കട്ട് ചെയ്യുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടുക ശരീരത്തിൽ. ഇപ്പം നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് കീറ്റോ ഡയറ്റ്, വാട്ടർ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഒരുപാട് ടൈപ്സ് ഓഫ് ഡയറ്റ്സ്. അതെ, ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡയറ്റ് ഏതാണ്? ഈ ഡയറ്റൊക്കെ നിശ്ചിത കാലം മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ എന്താ കഴിക്കണത്, അത് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. അത് കുറച്ച് ഭക്ഷണം കഴിക്കണത് കുറച്ച് കമ്മിയാക്കി വരിക. മറ്റു ഡയറ്റുകൾ നമുക്ക് കാലകാലം ചെയ്യാൻ കഴിയില്ല. അതൊരു 2 മാസം 3 മാസം അതിന് നമുക്ക് മടുപ്പാവും. അപ്പോൾ സ്ഥിരം എന്താ കഴിക്കണത്, ആ ഫുഡിനെ എന്താ ചെയ്യുക, കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്കത് ലൈഫ് സ്റ്റൈലായിട്ട് എല്ലാ കാലവും നമുക്ക് നിലനിന്ന് കൊണ്ടുപോകാൻ കഴിയും. സോ ഫുഡാണോ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വർക്കൗട്ട് ആണോ ചെയ്യേണ്ടത്? മെയിൻ ഫുഡാണ്. ഫുഡ് കഴിഞ്ഞിട്ട് വർക്കൗട്ടുള്ളൂ. ഫുഡ് കഴിഞ്ഞിട്ട് വർക്കൗട്ട്. ഫുഡിൽ മാറ്റം വരുത്തിയേ ഉള്ളൂ ശരീരത്തിൽ മാറ്റം വരുള്ളൂ. ഡയറ്റാണ് മെയിൻ. ഈ ഡയറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ? ഫ്രൂട്ട്സ് മെയിൻ ആപ്പിളാണ്. ആപ്പിൾ ആണ്. ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടർ അകറ്റാന്ന് കിട്ടില്ലേ? ആപ്പിൾ കീപ്സ് എ ഡോക്ടർ. പിന്നെ വെജിറ്റബിൾസിലേക്ക് വരുമ്പോൾ കുക്കുംബർ, ക്യാരറ്റ് എല്ലാം നല്ലതാണ്. ഓക്കെ. ഇപ്പം നമ്മൾ വെറും വയറ്റിൽ എപ്പോഴും കാണുന്ന ഒരു വീഡിയോ ആണ്, വെറും വയറ്റിൽ ഇത് കുടിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, കൊളസ്ട്രോൾ ഉരുകും, ബെല്ലി ഫാറ്റ് കുറയും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് റെമഡി എന്താണ്? ഇതൊന്നല്ല റെമഡി എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ കലോറി. ഓരോ വ്യക്തിയും അവർ ചെയ്യുന്ന ആക്ടിവിറ്റിക്കും അവരുടെ ഏജും അനുസരിച്ചിട്ട് ഒരു നിശ്ചിത കലോറി ഉണ്ട്. ഈ കലോറിയിൽ കൂടിയാലാണ് എന്ത് ചെയ്യുക, നമ്മൾ പൊണ്ണത്തടി വരിക. ഇത് കുറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം മെലിയും. ഇപ്പോൾ കലോറി കാൽക്കുലേഷൻ അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർണിംഗ് എഴുന്നേൽക്കാനാണ്. ഇപ്പം മോർണിംഗ് എഴുന്നേറ്റ് എക്സസൈസ് ചെയ്താലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക എന്നെല്ലാം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഒരു ബെസ്റ്റ് ടൈം ടു എക്സസൈസ്? ടൈം നമ്മളെപ്പോഴാണ് ഫ്രീ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ സമയം. പിന്നെ മോർണിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം ഫുള്ള് നമ്മൾ എനർജി ഉണ്ടാവും. അതാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റ് എപ്പോഴും രാവിലെയാണോ എക്സസൈസ് ചെയ്യാറുള്ളത്? രാവിലെ അല്ല, ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രിയാണ്. എപ്പോഴെങ്കിലും രാവിലെ ചെയ്ത് എക്സസൈസ് ചെയ്തിട്ടൊക്കെ. അപ്പൊ ആ ഒരു ഡേ എങ്ങനെയായിരുന്നു? ആ ഡേ എങ്ങനെ ഫുൾ ഹാപ്പി ലെവലായിരുന്നു. ഫുൾ ഹാപ്പി ലെവലായിരിക്കും അല്ലേ? ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ നമ്മൾ അധികവും കേൾക്കുന്നതാണ് എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എത്ര മണിക്കൂറിന് ശേഷമാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ? ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂർ 1 മണിക്കൂർ. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം വയറ് ചാടുക അങ്ങനെയുള്ള ഇഷ്യൂസ്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കഴിച്ച ഭക്ഷണം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കഴിച്ച ഭക്ഷണം. ഓക്കെ ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ ഷാബിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ ഒരാളെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജേർണിയിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് തന്നെ ഒരു ഫ്രണ്ടിനെ പറയാൻ? വിഷ്ണു പറഞ്ഞ ആളെ നമ്മളെ ഇതിലേക്ക് എത്തിച്ച ആളെ, ഗിന്നസിലേക്ക് എത്തിച്ച ആളെ. അതാരാ? നമ്മളെ സുഹൃത്താക്കി ഞാൻ. ഇതിങ്ങനെ നമ്മളെ അടുത്ത നാട്ടുകാരനാണ്. സംസാരിച്ചു, എങ്ങനെ എത്തിപ്പെട്ടത് ചോദിച്ചു. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു പുഷപ്സ് എങ്ങനെ, വെറൈറ്റി സാധനങ്ങൾ ചെയ്തു പഠിച്ചു. അദ്ദേഹം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് ഇതിനകത്തേക്ക്? അദ്ദേഹം ഇതിൻ്റെ ഒരു വെരിഫിക്കേഷൻ കുറച്ച് പണിയാണ്. പേപ്പർ വർക്ക് കണ്ടമാനം ചൊറയാണ്. നമ്മൾ ഇത് മെയിൽ വഴിയ പരിപാടി. നമ്മൾ ഫ്രീ ആയതുകൊണ്ട് നമ്മളിതിലേക്ക് ആദ്യം മെയിൽ അയക്കണം. അതിൽ ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്ത് മെയിൽ അയച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് നമുക്ക് റിപ്ലൈ തരും.
നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, ഇതാണ് ഇന്ന റെക്കോർഡ്, ടൈറ്റിൽ, പേര്. ഇത് നമ്മൾ റിപ്ലൈ ചെയ്തിട്ട് നമ്മൾ വീണ്ടും മെയിൽ അയക്കണം. കുറച്ച് പണിയുണ്ട് അതിൽ. കുറച്ച് 6 മാസം വട്ടം ചെയ്യണം. 6 മാസം ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. അത്രയും കൺസിസ്റ്റന്റ് ആയിരുന്നു. അതെ അതെ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്രയും ഒരു മോട്ടിവേഷൻ വേണം. അത് വേണം. അപ്പൊ നമ്മൾ തളർന്നു പോകുന്നത്, ചിലർക്കത് കുറ്റം പറയുന്ന നാട്ടുകാരായിരിക്കാം. മറക്കാനാവാത്ത ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? ഇൻസൾട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഒരെണ്ണം മറക്കാനാവാത്തത് പറഞ്ഞാലേ ഏതായിരിക്കും? ജസ്റ്റ് നിങ്ങൾ നടന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, മറ്റുള്ള കുട്ടികളെ കണ്ടില്ലേ എന്നങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ എപ്പോഴും ഉണ്ട്. പിന്നീട് അയാൾ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തായിരുന്നു. പറഞ്ഞിട്ടുണ്ടാവും. ജനങ്ങൾ പറഞ്ഞു പോകാറ് അവർ ഓർത്തിരിക്കുമല്ലോ. നമ്മൾ കേട്ടാൽ നമ്മളെല്ലാം ഓർത്തിരിക്കുമല്ലോ. അവരിങ്ങനെ പറഞ്ഞിങ്ങനെ പോകുമല്ലോ, പക്ഷെ അവരത് ഓർത്തിരിക്കൂല. നമ്മൾ കേട്ടാൽ നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ. ഇത് ഗിന്നസ് റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഇപ്പം ജിമ്മിലൊക്കെ പോയിരുന്നല്ലോ. ജിമ്മിലൊക്കെ പോവാനായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത് ആരായിരുന്നു? വീട്ടിലെ നമുക്ക് ബിസിനസ് ഉണ്ട്, ഹോട്ടൽ പരിപാടി ഉണ്ട്. ഹോട്ടൽ പരിപാടി. അവിടെ നിന്ന് കിട്ടുന്ന പൈസ. ഇപ്പൊ വാപ്പി ഈ വീഡിയോ കാണുമ്പോ ഇത് മനസ്സിലാകൂലേ, ഇങ്ങനെയാണ് കാശ് പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക്? പോണത് വലിയ എമൗണ്ട് അല്ലേ പോവാ, അതുകൊണ്ട് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് അതറിയില്ല. ഇപ്പം ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ ഒരു നേട്ടം നേടിയതിന് ശേഷം. ഇപ്പം ഷാബിറിന്റെ തന്നെ ഒരു ലൈഫിലേക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഷാബിറിന്റെ നാട്ടുകാർ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആ ഒരു മൊമെന്റ് എന്താണ്? അത് പറഞ്ഞാൽ തീരൂല. അതങ്ങനെ പെട്ടെന്ന് ഒരാള് ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെയും നാട്ടില് ഫ്ലക്സ് വെച്ചു, 1 അല്ല 3 വെച്ചു. അതൊക്കെ നോക്കുമ്പോൾ ഒരു അഭിമാനം തോന്നുന്നു. വീട്ടുകാർ ഗിന്നസ് റെക്കോർഡ് നേടുന്നതിന് മുന്നേ സപ്പോർട്ടായിരുന്നു? സപ്പോർട്ട് ഉണ്ട്, വലിയ തെറ്റുണ്ടാകുന്നില്ല, എതിർപ്പ് ഉണ്ടാകുന്നില്ല. പക്ഷെ ഈ പുഷപ്പ് എടുക്കുന്നത് അവർക്ക് ജിമ്മിലായാലും ആൾക്കാർ കാണില്ലേ, പുഷപ്പ്, ബാക്ക് ഹാൻഡ് പുഷപ്പ് ഒക്കെ എടുക്കുന്നത് ചെയ്തിരുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ജിമ്മ് നിർത്തിയിട്ടാണ് ഞാൻ ഇതൊക്കെ മാത്രമേ ഫോക്കസ് ചെയ്തത്. ഓക്കെ, ജിമ്മ് നിർത്തി ഇത് മാത്രത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോ, അങ്ങനെ ഒരെണ്ണം മാത്രമായിട്ട് ചെയ്യുമ്പോൾ സ്റ്റാമിന അങ്ങനെ എഫക്റ്റ് ഒന്നും ചെയ്തില്ല? നമ്മള് വീട്ടിൽ തന്നെ ചെറിയ വർക്കൗട്ട് ഉണ്ട്, ചെറിയ രീതിയിൽ. അപ്പം നാട്ടുകാരുടെ ഒരു ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? ശരിക്കും ഇവന് തന്നെയാണോ? അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു, ജനങ്ങൾക്ക് തോന്നുന്നു ഇവൻ തന്നെയാണോ. ആരെങ്കിലും ചോദിച്ചായിരുന്നോ നിനക്ക് തന്നെയാണോ കിട്ടിയെന്നുള്ള? ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നീ തന്നെയാണോ ചോദിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈലൊക്കെ കഴിഞ്ഞ ആളെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വല്ല പണിക്കും പൊക്കൂടെ, എന്തിനാ ഇങ്ങനെ നടക്കുന്നേ? എല്ലാവരും ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ വരെ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പോയിരുന്നു, പിന്നീട് ഒഴിവാക്കിയപ്പോഴൊന്നും ആരും പറഞ്ഞില്ല. ആൾക്കാർ പറയുമല്ലോ, നമുക്കത് വിട്ടുകളഞ്ഞു. ഷാബിറിന്റെ പാസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ എല്ലാവരും പോലെ സ്കൂൾ പഠനം കഴിഞ്ഞ ശേഷം ഞാൻ ഫാദറിനെ സഹായിക്കാൻ വേണ്ടി ഹോട്ടലിൽ നിൽക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫിറ്റ്നസ് മേഖലയിൽ നമ്മളെ കഴിവ് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ജിമ്മിൽ ബോഡി ബിൽഡിംഗ് അങ്ങനെ സംവിധാനം ഞാൻ നോക്കിയിരുന്നത്, പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങൂല. അപ്പോൾ ഇങ്ങനെ ഗിന്നസ് നേടണം എന്നുള്ള സംഗതി ആലോചനയിൽ വന്നു. അതിനായി നിരന്തരം കഷ്ടപ്പെട്ടു, പ്രാക്ടീസ് ചെയ്തു. പ്രാക്ടീസ് പറഞ്ഞാൽ വളരെ ടഫുള്ള കാര്യമാണ്. നമ്മളെ കൈ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത വരെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു കൈയിനെ ബലപ്പെടുത്തിയിട്ടൊക്കെയാണ് ഇതിലേക്ക് വന്നത്. ഈ പുഷപ്സ് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒന്നടിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. ഈ 1:49 എത്തിച്ചത്, അത് 1 മിനിറ്റിൽ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതും ഫിറ്റ്നസ്സും കൂടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? അത് നമ്മുടെ ലക്ഷ്യം ഇതാണല്ലോ, ഫിറ്റ്നസ് നമ്മുടെ ലക്ഷ്യം, മറ്റുള്ളതിൻ്റെങ്കിലും മാർഗ്ഗം വഴിയാണ്. അപ്പോൾ വഴി സഞ്ചരിച്ചാലേ ഇതിലെത്തുള്ളൂ. അപ്പോൾ അതിനായി പല രീതിയിലുള്ള സമയം, ടൈമായാലും രാത്രിയൊക്കെ ഒരുപാട് 2-3 മണി അടക്കം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 3 മണി സമയത്തൊക്കെ ഇതിനായി വേണ്ടിയിട്ട്. ഇത് സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ നമുക്ക് കഴിയില്ല. ഈ പുഷപ്സ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ 1 മുതൽ 49 കിട്ടണ്ടേ, 10 നിർത്തി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി 4 വർഷത്തേക്ക് 2 വർഷം 4 വർഷം ഇതിനായിട്ട് ഇറങ്ങി. ഗിന്നസ് റെക്കോർഡ് അവർ മെയിൽ കണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണോ ഈ ഒരു പുഷപ്പ് പ്രാക്ടീസ് എല്ലാം തുടങ്ങിയത്? പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അക്സെപ്റ്റ് മെയിൽ അയക്കുക. ഷുവറാക്കി കിട്ടുമെന്ന് ഉറപ്പാക്കി. കാരണം ഇത് മറികടക്കാൻ പറ്റില്ല. നമ്മൾ വീഡിയോ അയച്ചു കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ റിപ്ലൈ തരുള്ളൂ. ഇതിനുള്ളിൽ ഏതെങ്കിലും രാജ്യക്കാർ മറികടന്നു കഴിഞ്ഞാൽ നമ്മളത് പോയി. അപ്പോൾ ആരും ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ മറികടക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുഷപ്സ് തിരഞ്ഞെടുത്തത്. വളരെ തന്ത്രപരമായി നീങ്ങി. ഇത് ഇന്നും മറികടന്നിട്ടില്ല. ഏകദേശം 1 വർഷം ആകണു, ഇനിയും ഇതാരും മറികടന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ പേരിൽ തന്നെ കിടക്കുകയാണ്. ഇത്രയും സമയം ഷാബിറിക്ക നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് ലൈഫ് നെറ്റ് ടിവിയുടെ പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.